ഹായ് ഓൾ, വെൽക്കം ബാക്ക്. മത്തി കിട്ടുവാണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ മത്തി ഉണ്ടാക്കി നോക്കൂ, ഉറപ്പായിട്ടും അതിശയിച്ചു പോകും. ഒരു സ്പെഷ്യൽ കൂട്ടുണ്ടാക്കിയാണ് നമ്മുടെ ഇന്ന് മത്തി വറുത്തെടുക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് ഇടാൻ മറന്നേക്കല്ലേ. ഇന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഞാൻ 17ഓളം മത്തി എടുത്തിട്ടുണ്ട്. ചെറിയ മത്തിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കൊരു കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 8ഓളം ചെറിയ ഉള്ളി, ഒരു 4 വറ്റൽമുളക്, പിന്നെ കറിവേപ്പിലയും എടുക്കുന്നുണ്ട്. വെളുത്തുള്ളി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയും എടുക്കാം. നമുക്കൊരു ജാറിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആ വറ്റൽമുളകിൻ്റെ തണ്ടൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് എരിവുള്ളതായതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അടുത്തതായിട്ട് ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 1 ടീസ്പൂണാണ്. ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് അടച്ചതൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. വെള്ളം ചേർക്കാതെ തന്നെയാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് നമുക്ക് അരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിനെ ഒരു പ്ലാറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. നിങ്ങളെടുക്കുന്ന മീനിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ട് വേണം കൂട്ട് തയ്യാറാക്കി എടുക്കേണ്ടത്. ഈ കൂട്ടിൽ തന്നെ നമുക്ക് ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് 2-3 തുള്ളി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കൂട്ട് നമുക്ക് കൈ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മത്തി നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൂട്ടരച്ചെടുത്തപ്പോൾ വെള്ളം ചേർത്തിട്ടില്ല. ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാ വശത്തും വരുന്ന രീതിക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മത്തിയിൽ ഞാൻ വരഞ്ഞു കൊടുത്തിട്ടില്ല. വരയാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ വരഞ്ഞു കൊടുക്കുക. ഞാൻ വരഞ്ഞു കൊടുക്കാത്തത് മത്തി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇളകി വരാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ്. മത്തിയിൽ അരപ്പ് മിക്സ് ചെയ്ത ശേഷം ഒരു അരമണിക്കൂറോളം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നന്നായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് അരപ്പ് പിടിക്കാനാണ്. ശേഷം നമുക്ക് ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അതിനാവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പാമയിലോ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഏതാ നിങ്ങളുടെ ഇഷ്ടം അത് യൂസ് ചെയ്യാവുന്നതാണ്. എണ്ണ ഒന്ന് ചൂടായ ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മീൻ അടിയിൽ പിടിക്കാതിരിക്കാനായിട്ടാണ് കറിവേപ്പില ഇട്ട് എടുക്കുന്നത്. അടുത്തതായിട്ട് ഇതിന് പുറത്തായിട്ട് നമ്മുടെ മത്തി ഓരോന്നായിട്ട് അടുക്കി കൊടുക്കാം. ഈ സമയം നമ്മുടെ സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോയിൽ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. എണ്ണ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. മത്തി ഒരു സൈഡ് ഫ്രൈ ആവുന്ന വരയ്ക്കും മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടാം. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ സമയം വെളുത്തുള്ളി ഇതിൻ്റെ പുറത്തായിട്ട് ചതച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. ഒന്ന് മറിച്ച് നോക്കാം. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. മറു സൈഡിൽ നമുക്ക് മറിച്ച് കൊടുക്കാം. അധികം നേരം ഇട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണ്ട, അല്ലെങ്കിൽ ഇത് കട്ടി പോലെ ആയിപ്പോവും. സോ ഈ ഒരു രീതിക്ക് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. മീനിൻ്റെ മറു സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോയിൽ തന്നെ വയ്ക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. നമ്മുടെ സ്പെഷ്യൽ മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. 1-2 മിനിറ്റിനുള്ളിൽ വെറും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. കണ്ടല്ലോ, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണ്. വീട്ടിൽ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. സവാള വട്ടത്തിൽ കട്ട് ചെയ്ത് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീട്ടിൽ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കോമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു.